ഫ്രഞ്ച് തലസ്ഥാന നഗരിയുടെ വിഖ്യാത മുഖമുദ്രകളിൽ ഒന്നായ ലൂവർ മ്യൂസിയത്തിൽ പട്ടാപ്പകൽ വെറും 4 മിനിറ്റിലാണ് നെപ്പോളിയന്റെ 9 രത്നങ്ങൾ കളവുപോയത്. നെപ്പോളിയൻ ചക്രവർത്തിയുടേതും പത്നിയുടേതും ഉൾപ്പെടെ ചരിത്ര പ്രസിദ്ധവും അമൂല്യവുമായ ഫ്രഞ്ച് രാജകീയ രത്നങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള അപ്പോളോ ഗ്യാലറിയിൽ നിന്ന് ഇന്നലെ രാവിലെ 9:30 രത്നാഭരണങ്ങൾ കളവുപോയത്. വെറും 4 മിനിറ്റിനുള്ളിലായിരുന്നു കവർച്ച. ലോകത്തെ ഏറ്റവും തിരക്കേറിയ മ്യൂസിയമാണിത്. മ്യൂസിയത്തിന്റെ തെക്കുകിഴക്കൻ വശത്തുള്ള റോഡിൽ യന്ത്രഗോവണി ഘടിപ്പിച്ച ട്രക്ക് നിർത്തിയിട്ട് അതിലൂടെയാണ് മോഷ്ടാക്കൾ ബാൽക്കണിയിലേക്ക് കടന്നത്. മ്യൂസിയത്തിന്റെ ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണി നടന്നു വരികയാണ്. ബാൽക്കണിയിലെ ജനാല തകർത്ത് അപ്പോളോ ഗ്യാലറിയിലേക്ക് നേരിട്ട് പ്രവേശിച്ച മോഷ്ടാക്കൾ ചില്ലുകൂടുകൾ തകർത്തു. 9 രത്നങ്ങൾ കവർന്നു. അതിവേഗം തിരിച്ചിറങ്ങി മ്യൂസിയത്തിന് പുറത്തെത്തി സ്കൂട്ടറിൽ കടന്നുകളയുകയായിരുന്നു. മോഷ്ടാക്കളുടെ കയ്യിൽ നിന്ന് വീണുപോയ ഒരു രത്നാഭരണം മ്യൂസിയത്തിന് പുറത്തുനിന്ന് കണ്ടെടുത്തു. സംഘത്തിൽ 4 പേരുണ്ടായിരുന്നെന്നും മ്യൂസിയത്തിൽ നിന്ന് കടന്ന 2 പേർ തൊഴിലാളികളുടെ വേഷത്തിലായിരുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2 പേർ സ്കൂട്ടറിൽ താഴെ കാത്തുനിന്നു. അപ്പോളോ ഗ്യാലറിയിൽ 23 രത്നാഭരണങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. മോഷണത്തിനു പിന്നാലെ മ്യൂസിയം താൽക്കാലികമായി അടച്ചു.